എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. എത്തിക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചത്. എങ്ങനെ പേര് 70 പെൺകുട്ടികളെ കെട്ടിച്ചു. 70 പെൺകുട്ടികളെ. അത് നിങ്ങൾ കണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളെ ആ കൊടിമരത്തിന്റെ ചോട്ടിൽ കുറച്ച് ചില്ലറ പൈസ കണ്ടിട്ട് നിങ്ങൾ കഹാലിളകിയില്ലേ? 10ന്റെ 5ന്റെ നോട്ട് കണ്ടിട്ട് വരും. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരും. പ്രവാസികള് വിയർപ്പ് പറ്റിച്ചിട്ടുണ്ടാക്കിയ കായ് കൊടിമരത്തിന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? അങ്ങനെ തന്നെ പറഞ്ഞല്ലേ? എന്നാൽ പ്രവാസികൾ വിയർപ്പ് ഒറ്റിക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചത്. എങ്ങനെ പേര് ഇപ്പൊ നമ്മള് നടന്നു വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് 3-3.5 ഏക്കർ സ്ഥലമാണിത്. ഒന്ന് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ കാട്. ഇതിപ്പോ നമ്മൾ ഇഷ്ടമല്ല. ഇവിടുന്ന് ഇതാണ് റോഡ്. ഇവിടുന്ന് ഇത് 3-3.5 ഏക്കർ സ്ഥലമാണ്. ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതേ പാവപ്പെട്ട എത്തിയ മക്കൾക്കും വിധവകൾക്കും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ്. നിങ്ങൾ ആ കൊടിമരത്തിന്റെ അതല്ലേ ഇപ്പൊ നിങ്ങളെ പ്രശ്നം. ഇത് നിങ്ങൾ കാണും. 14 സെന്റ് സ്ഥലമാണിത്. ഇപ്പൊ ഇവിടെ ഒരു സെന്റ് സ്ഥലം വിൽക്കുകയാണെങ്കിൽ 1 ലക്ഷം. മനസ്സിലായില്ലേ? ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല, പകുതിയെ കൊടുത്തിട്ടുള്ളൂ. കായില്ലാത്തതുകൊണ്ടാണ്. ഇത് പാവപ്പെട്ട എത്തിയ മക്കൾക്കും വാങ്ങിയത്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത് എത്ര റുപ്യ വേണം? നിങ്ങള് എന്റെ നന്മകൾ കാണുന്നില്ല, തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇത് നോക്കി, ഈ ഏറ്റവും സ്ഥലം മോനെ. ഇത് 3-3.5 ഏക്കറാണ്. മനസ്സിലായില്ലേ? ഇത് വലിയ സ്ഥലമാണിത്. ഇത് കാട് മൂടിക്കാണ്. ഈ വീടിന്റെ ബാക്കിലൊക്കെ ഈ കാട് മൂടിയൊക്കെ. ഇൻഷാല്ലാ അത് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കും കേട്ടാ. പിന്നെ 70 പെൺകുട്ടികളെ കെട്ടിച്ചു. 70 പെൺകുട്ടികളെ. അത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ട എന്താ? കൊടിമരത്തിന്റെ ചോട്ടില് കിട്ടിയ 10-20 നോട്ട്. 70 കുട്ടികളെ കെട്ടിക്ക് എത്ര റുപ്യ വേണം? 17 എത്തി മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബർമാർ എന്തെങ്കിലും ഇട്ടോ? ഇട്ടിട്ടില്ല. ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്. മാസങ്ങളോളം പാവങ്ങൾക്ക് കായ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് എന്താ കണ്ടത്? കൊടിമരത്തിന്റെ ചുവട്ടില് വെച്ച്. എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ കേട്ടോളി. വിവാദം എനിക്ക് ഉയർച്ചയ്ക്കുള്ളൊരു വഴിയാണ്. എന്നെ അറിയാത്ത ആരുമില്ല. എവിടെ പോയി അൽഹംദുലില്ലാ. അതാണ് നൂറേബ് തങ്ങളാണ്. ആ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതെ ആ തങ്ങളെ പേര്. അത് സന്തോഷമാണ്. അപ്പൊ എന്നെ അറിയിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് വിവാദങ്ങളിലൊന്നും ഞാൻ എന്തില്ല അങ്ങോട്ട് പതറൂല. പിന്നെന്ന് പറഞ്ഞാല് കുറെ ആളുകള് എനിക്ക് കേസുണ്ട്, കൂട്ടുണ്ട്. അതൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്യുന്നില്ല. തെറ്റ് ചെയ്ത് ഞാൻ ശിക്ഷിക്കപ്പെടണം. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല. ഇത്ര എനിക്ക് പറയാനുള്ളതും. ഇത് പാവങ്ങൾക്കുള്ള സ്ഥലമാണ്. മനസ്സിലായല്ലോ? ആ കൊടിമരത്തിന്റെ മുകളില് എത്ര കണ്ടപ്പോഴല്ലേ നിങ്ങൾക്ക് കുരുവെട്ടി. ഇത് നിങ്ങൾ ആലോചിച്ചാണ്. ഇതെന്തെങ്കിലും മറുപടി നിങ്ങൾ പറയണം. അത് സന്തോഷമാണ് കേട്ടോ. ആരെടുത്തും പോയി പിരിച്ചിട്ടില്ല. കൊടിമരത്തിന് തൊട്ട് കിട്ടിയ പൈസ അല്ല കേട്ടോ. കൊടിമരത്തിന് ആകെ 10-20 ദിവസമായിട്ടുള്ളൂ. അങ്ങനെ ആക്കിയിട്ട് ഞാൻ അവിടെ പൈസ ഇടാനും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു നല്ല ബുദ്ധി തരട്ടെ. പിന്നെ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഇടുമ്പോ ഒരുപാട് ആളുകൾ ഉസ്താദായി മൊയില് തങ്ങളായിക്കോട്ടെ, മുതലായി ഉസ്താമാരായിക്കോട്ടെ എത്രയോ മോശപ്പെട്ട കമന്റ് ഇടും. ഇത്ര ആൾ തെറി പറയും. അതിൻ്റെയൊക്കെ നിങ്ങൾക്കല്ലേ കേൾക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇടണം. ഞാൻ ഇങ്ങനെ ഉയർത്തിലെത്തണം കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.